കുഞ്ഞു, അടി തെറ്റിയാൽ ആനയും വീഴുമെന്നാണല്ലോ പ്രമാണം. ഇവിടെ വീഴേണ്ടത് പടിപ്പുര വീട്ടുകാരാ. പോലീസിനെയും പട്ടാളത്തെയും വിവരം അറിയിച്ചാൽ അയാൾക്ക് കൊച്ചിനെ തിരിച്ചു കിട്ടൂ. കിട്ടില്ല. അവിടെയും പ്രധാനി കുഴി കുത്തും. കിഴവന് വേണ്ടത് സ്വന്തം മോളെയാ. പെണ്ണിനെ ഞാൻ വിളിച്ചിറക്കി കൊടുക്കാം. പക്ഷെ അയാൾ എന്നെ തേടി വരണം. വരട്ടെ, വരും. ഇന്ന് വാതിൽപ്പഴുതിലൂടെ ഞാൻ അവളെ കണ്ടപ്പോ ചെറുതായിട്ടൊന്ന് ഭയന്നു. എന്തുവന്നോ, നാട്ടുകാരെ കൂട്ടി ഉള്ള കാര്യങ്ങളൊക്കെ അവള് വിളിച്ചു പറഞ്ഞിരുന്നെങ്കിൽ ആകെ പെശകാകത്തില്ലോ ലാസറേ. കാര്യങ്ങളൊക്കെ അവൾ തുറന്നു പറയുമെന്ന് ഉപ്പക്ക് തോന്നുന്നുണ്ടോ? വലിയ ദുരഭിമാനികളാ പഠിപ്പുര വീട്ടുകാര്. പെണ്ണ് കുഴപ്പക്കാരിയാണെന്ന് പറഞ്ഞാൽ ആ നിമിഷം അവർ പഠിക്ക് പുറത്താക്കും. ഒരിക്കൽ കയ്യിൽ നിന്ന് വഴുതി പോയതാ. ഇനിയും അങ്ങനെ സംഭവിച്ചാൽ ഉപ്പയ്ക്ക് അറിയാലോ ചെട്ടിയാരുടെ സ്വഭാവം. അറിയാം. ഇതല്ലാതെ ജീവിക്കാൻ വേറെ പാങ്ങില്ലടോ. ഇത്തിരി കാലമായില്ലയോ ഈ മുതുക്കന്റെ പിന്നാലെ താനും കൂടിയിട്ട്. ഇപ്പോഴത്തെ എന്റെ പാതി ശരീരം താനാണടോ ലാസറേ. ഇന്നാളൊരിക്കൽ കൊച്ചു പറഞ്ഞില്ലായോ, എന്റെ ദുഷിച്ച മനസ്സിന്റെ ഭാഗമാണ് ഈ ലോറിന്ന്. അത് നേരാ. ഇയാൾക്കറിയാവോ, അവളുടെ അപ്പന്റെ മരണം തന്ന കനിവാ എനിക്ക് ഈ സമ്പാദ്യം. ഈ ലോറിയുമായി കെട്ടുപിണഞ്ഞു പോയടോ ലാസറേ എന്റെ ഈ പ്രാണൻ. ലാസറേ, താൻ അറിയാത്തൊരു സംഗതിയുണ്ട്. പൊന്നുപോലെ കൊണ്ടു നടക്കുന്ന ഈ ലോറിയെ നമ്മുടെ കൊച്ചിന്റെ വകയാ. ചെട്ടിയാർക്ക് പെണ്ണിനെ കാഴ്ചവെച്ചാൽ മാത്രം പോരല്ലോ, ലോറിയും കൈക്കലാക്കണ്ടേ. കൊച്ചിനെ പിണക്കിയാലേ ഇതൊന്നും നടക്കുകയല്ല. ഉപ്പ വിചാരിക്കും പോലെ കാര്യങ്ങൾ നടക്കണമെങ്കിൽ ഒരാൾ സഹായിക്കണം. പഠിപ്പുര വീടിന്റെ മാനം കെടുത്താൻ ഒടുങ്ങാത്ത പകയോടെ കാത്തിരിക്കുന്ന ഒരാളുണ്ട്. ആരാണെന്നറിയോ? അങ്ങാടിക്കടവിലെ തലപ്പാവില്ലാത്ത രാജാവ് പ്രധാനി മാർത്താണ്ഡൻ. കൂപ്പിലെ പണി ഇത്തിരി നീണ്ടുപോകും. വണ്ടി ഓടിയ വകയില് ഇത്തിരി കടങ്ങളുണ്ടേ. പണിക്ക് പോയാൽ വല്ലതും തടയും. കുറച്ച് പഴക്കമുള്ള ലാറിയാണേലും വീടും കുടിയും നോക്കാൻ അത് മതി. കാട്ടിലല്ലയോ പണി. 4-5 മാസം വെയിലും മഞ്ഞും കൊണ്ട് ബുദ്ധിമുട്ടിയായാലും കൊച്ചിനെ കെട്ടിച്ചയക്കണ്ടായോ എന്ന് വിചാരിച്ചിരിക്കുമ്പോഴല്ലയോ വരും വരായികളെ കുറിച്ച് ആലോചിക്കാതെ ഇവിടത്തെ ആ വലിയ വീട്ടിലെ കൊച്ചിനോടൊപ്പം അവൾ ഇറങ്ങി പോന്നു കളഞ്ഞത്. ഇപ്പൊ ആ വീട്ടുകാര് കൊച്ചിനെ വിട്ടുതരത്തില്ല എന്ന്. എനിക്കാണെങ്കിൽ തീരെ വയ്യാണ്ടിരിക്കുക. സഹായത്തിന് എപ്പോഴും ഒരാള് വേണം. നിങ്ങൾ വിളിച്ചാ അവൾ ഇറങ്ങി വരുമോ? ഇല്ലല്ലോ. അപ്പൊ എന്ത് ചെയ്യും? ആ പെണ്ണിനൊരല്പം മനസാക്ഷി ഉണ്ടായിരുന്നെങ്കിൽ ഈ അവസ്ഥയിൽ നിങ്ങളെ ഉപേക്ഷിച്ച് ഓടിപ്പോരുമായിരുന്നു. പിന്നെ നിങ്ങൾ ഈ പറയുന്നതൊക്കെ സത്യമാണെന്ന് വിശ്വസിക്കാൻ ഒരല്പം ബുദ്ധിമുട്ടുണ്ട്. ഇതൊന്ന് നോക്കിയാട്ടെ. ഇത്തിരി പഴയതാ. പൂപ്പലൊക്കെ പിടിച്ച് പടത്തിലൊരല്പം തെളിച്ചം കുറവാണ്. എങ്കിലും ഞാനിത് എപ്പോഴും കൂടെ കരുതും. കുട്ടിയുടെ ഇതിലും ചെറിയ ഫോട്ടോ ഒന്നുമില്ലേ? അത് ഗുരുവായൂരിന്ന് ചോറൂണും കഴിഞ്ഞ് മടങ്ങി വരുന്ന വഴിക്ക് എടുപ്പിച്ചതാ. ഓ, അത് ശരി. അത് ഒരു ഓണത്തിന് വണ്ടിപ്പണി ഇത്തിരി കാശ് കൈ വന്നപ്പോ അവളെയും കൊണ്ട് പട്ടണത്തിൽ പോയെടുത്ത ഫോട്ടോയാ. അപ്പനെ വിട്ട് ഓടിപ്പൊക്കളഞ്ഞില്ലയോ? ഒന്ന് കാണാൻ കൊതിച്ചു പോയാ ഇപ്പൊ ഇതേ ഉള്ളൂ. പ്രാണനി പൊതിഞ്ഞാ ഞാനിത് സൂക്ഷിക്കുന്നത്. അത്രയ്ക്ക് ജീവനായിരിക്കും അവിടെ. അമ്മേ, എന്താ? അമ്മു മാളുവും കുട്ടനും ഒക്കെ എവിടെ അമ്മേ? ആ, ഞാൻ കണ്ടില്ല. ഒരു കുട്ടനും മാളും.
അമ്മ എന്താ ഒറ്റയ്ക്ക് ഇവിടെ? കുട്ടിയെ തരാൻ ഇനി ഒരു സ്ഥലവും ബാക്കിയില്ല. കാണാതായപ്പോ എന്തോ ഒരു ടെൻഷൻ പോലെ. ഏയ് ഒന്നുമില്ല, വെറുതെ തിരക്കുന്നേ ഉള്ളൂ. കുട്ടിയോട് ഇരുന്നോളൂ, ഇരുന്നോളൂ. പിന്നെ വൃത്തിയാക്കിയിട്ട് കാലം കുറെ ആയ കൊളാ. ആ പടിക്കെട്ടിലേക്ക് ഇരിക്കുമ്പോ ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഇതെന്താ ഇവിടെ ഇരിക്കണേ? എന്തോ കണ്ട് പേടിച്ച മട്ടുണ്ടല്ലോ. അച്ഛൻ വന്നു പോയ ശേഷം ആകെ ഒരു മാറ്റമുണ്ട്. അച്ഛനല്ലേ വന്നത്, അതിൽ സന്തോഷിക്കല്ലേ വേണ്ടത്. വെറുതെ ഓരോന്ന് ആലോചിക്കണ്ട. വന്ന് കിടന്നോളൂ. എന്തോ ഉറക്കം വരണില്ല. കണ്ണടച്ച ഇരുട്ടിൽ എന്തൊക്കെ രൂപങ്ങളാ. പേടിയാവണം. അതൊക്കെ കുട്ടിയുടെ തോന്നലാ. വന്ന് കിടന്നുറങ്ങ്. ആ കളിച്ചോ കളിച്ചോ, കല്ല് തന്നെ കളിച്ചോ മക്കളെ. കുടുംബം തൊള്ളേ വേറെ എവിടെയും പോണ്ടല്ലോ. ഓരോരോ പഠിപ്പ് വെച്ചിരിക്കുന്നു. ആ പൊന്നിയില്ലേ, അവൾക്ക് 100 കിന്നാരങ്ങളാ. അവൾ എന്താ നിങ്ങളോട് പറഞ്ഞേ? ഇനി പണിക്ക് വരുന്നില്ലാന്നോ? നൊണയാ, അതൊന്നുമല്ല. ഇവിടെ ഇങ്ങനെ ചുറ്റിപ്പറ്റി നിന്ന കാര്യങ്ങളൊക്കെ മണത്തറിയാം. പിന്നെ പാരിതോഷികം പറയാമല്ലോ. മനഃപൂർവ്വം തന്നെ ഞാൻ അവളെ ഒഴിവാക്കിയത്. ആ ഇതാരാ? ഉണ്ണിപ്പിള്ള മാമനോ? എന്താ പതിവില്ലാതെ ഈ വഴിയൊക്കെ? ഇവളുടെ വല്യപ്പന്റെ 16 അടിയന്തരം കഴിഞ്ഞ് മടങ്ങുന്ന വഴിയാ. ഇവക്കൊരു നിർബന്ധം, മുത്തശ്ശിയെ കാണണമെന്ന്. ആ മുത്തശ്ശി ഇവിടെ ഇല്ല. പാണിയംകുളത്തെ ഇളയമ്മയുടെ വീട്ടിലേക്ക് പോയതാ. സാരമില്ല, ഏട്ടത്തിയുണ്ടല്ലോ, അത് മതി. ഇത് മീനാക്ഷിയല്ലേ? വളരെ ചെറുപ്പത്തിൽ കണ്ടിട്ടുള്ളതാ. ഇപ്പൊ അവിടെ വലിയ കുട്ടിയായിരിക്കണു. എന്താ ഇപ്പൊ ചെയ്യണേ? ഞാനിപ്പോ ബികോമിന് പഠിക്കുന്നു. ഒരു മുന്നറിയിപ്പും ഇല്ലാത്ത വരവാണല്ലോ. എന്തിനു വെയിൽ കൊണ്ട് വാടുന്നേ? വാ അകത്തേക്ക് വാ. വയ്യ. ഇനിയിപ്പോ ഇതെന്ത് കുരിശാണാവോ? വെയില് താഴുമ്പോ അങ്ങോട്ടേക്ക് വരണമെന്ന് വിചാരിച്ചിരുന്നതാ. ഇന്നാള് ഞാൻ വീട്ടിലോട്ട് വന്നായിരുന്നു. അപ്പോ കുഞ്ഞുണ്ടായില്ല. ആണുങ്ങളില്ലാത്ത നേരത്തെ പെണ്ണിനെ പിടിച്ചിറക്കുന്നത് ശരിയല്ലല്ലോ. പേടിക്കണ്ട, കുഞ്ഞറിയാതെ ഞാൻ അവളെ കൊണ്ടുപോകത്തൊന്നുമില്ല. ചാവുമ്പോ കുഴിച്ചു മൂടാൻ ഇത്തിരി മണ്ണുള്ളതും പണയപ്പെടുത്തി കടക്കാരെ പേടിച്ച് നാട് വിടേണ്ടി വന്ന ഒരു പ്രാരാബ്ധക്കാരൻ ഇതും ഇതിലപ്പുറവും ചിന്തിച്ചു പോകും. കാലം അതല്ലേ. ദുരാഗ്രഹമാണ് നിങ്ങൾക്ക്. ഒരു പാവം പെണ്ണിന്റെ കണ്ണീര് വീണ മുഖം കണ്ട് ഉറക്കം നഷ്ടപ്പെട്ടവന്റെ അപേക്ഷയാണ്. അവളെ വെറുതെ വിട്ടേക്ക്. പറ്റില്ലടോ, കൊണ്ടുപോയേ പറ്റൂ. എന്നിട്ട് കൈ നിറയെ കാശും വാങ്ങി ഈ പഴയ തുരുമ്പിച്ച ലാറിയും സ്വന്തമാക്കി ഇനി ഒരു നാടകങ്ങൾക്കും ഒരു ദുഷിച്ച കഥാപാത്രങ്ങൾക്കും വേഷം കെട്ടാതെ ഞാൻ കണ്ണിയങ്കാട്ടേക്ക് തിരിച്ചു പോകും. അങ്ങ് കണ്ണടച്ചുകളാ, കാശ് എത്ര വേണേ തരാം. അനിയൻ കൊച്ചന്റെ ഗതി കണ്ടില്ലേ? പാവം, വണ്ടി കയറിയാ ചത്തത്. മനഃപൂർവ്വം കുരുക്കിട്ട് പിടിച്ചൊന്നുമല്ല, വന്ന് വീഴുകയായിരുന്നു. അന്ന് വണ്ടി ഇടിച്ച് തെറിപ്പിച്ചത് ആ കൊച്ചിനാണെന്ന് അറിഞ്ഞപ്പോ എന്തോ രക്ഷപ്പെടുത്താൻ തോന്നിയില്ല. ചാവട്ടെ എന്ന് കരുതി. ഒരു തരത്തിൽ അതൊരു ഭാഗ്യം തന്നെ. വലിയൊരു തൊല്ല ഒഴിഞ്ഞു കിട്ടിയത്. കൂടപ്പുറപ്പിന്റെ ജീവൻ എടുത്തിട്ടാ താനീ കളികളൊക്കെ കളിക്കുന്നേ. ചെവി നുള്ളിക്കോ, അധികം വാഴിക്കില്ല തന്നെ ഞാൻ.